ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ ഒരു DJ പാർട്ടിക്ക് പോവാം. അതും ദുബായിൽ, വിച്ച് ഈസ് ഹോസ്റ്റഡ് ബൈ എ മലയാളി DJ. സോ മോർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി DJ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രാവൽ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ സൈക്കിളിലാണ് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്, ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ട്രാവലുണ്ട്. അതുകൊണ്ട് കുറച്ച് ദൂരം ചവിട്ടേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും ഐ വാസ് ട്രൈയിങ് ടു മേക്ക് ഇറ്റ് മോർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇതെൻ്റെ മാപ്പാണ്. മാപ്പൊക്കെ ഇട്ട് വേണം പോകാൻ, കാരണം വഴി അറിഞ്ഞൂടാ. സോ പോകുന്ന വഴികളിലുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ DJ പാർട്ടിയിലെ വീഡിയോസും ആയിരിക്കും ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. കുറച്ച് നേരമായി ഞാൻ ചവിട്ടുന്നു. ഞാൻ ഈ ഹെഡ്ഫോൺ വെച്ച് പാട്ടും കേട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ക്ലിയർ ആണ് എന്നുള്ള ഐഡിയ ഒന്നും എനിക്കില്ല. പക്ഷെ എന്നാൽ പോലെ മൈക്ക് അത്യാവശ്യം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. സോ ദീസ് ആർ ബിസിനസ് ബൈ ബിൽഡിങ്സ്. നമ്മളിപ്പോൾ ബിസിനസ് ബൈയിൽ എത്തിയെന്ന് ചോദിച്ചാൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വാങ്ങിച്ച ബാഗാണിത്. ഈ ക്യാമറ ഫിക്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എടുത്തൊരു ബാഗാണ്. കുഴപ്പമില്ല, ചെറിയ റേറ്റാണ്. എന്നാലും വളരെ അത്യാവശ്യമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാഗിൽ അല്ലാതെ എനിക്ക് സാധനം കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ ബാഗ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. സോ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. വെയിറ്റ്, ക്രോസ് ചെയ്യണം. ഞാൻ ഈ സൈഡാണ് നിൽക്കുന്നത്. ഇനി എനിക്ക് അപ്പുറത്തെ സൈഡ് പോകണം. അങ്ങനെയാണ് മാപ്പിൽ കാണിക്കുന്നത്. എന്നുവെച്ചാൽ അതുവഴി പോയിട്ട് അവിടുന്ന് റൈറ്റ്. തീർന്നു. പോയില്ലേ, തീരുമാനം ഉണ്ടാക്കി. ഗൈസ്, ഇതാണ് ഹോട്ടൽ. പക്ഷേ ഞാൻ എൻ്റെ സൈക്കിളോടെ പാർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. അത് സെറ്റ് ആക്കണം. ഒന്ന് ചോദിക്കട്ടെ.
വാലറ്റിൽ കൊടുത്താലോ? എന്താണേലും നമ്മുടെ വാലറ്റല്ല. സോ hi, excuse me. Hi, sir. I came here for the DJ party. So where can I park the cycle? Let me check it now. Right there. Okay. Yeah, sure. Hi. Okay, so I guess. So guys, ഞാനേ സൈക്കിൾ ഇവിടെ വെക്കാമെന്ന് ഇവിടുത്തെ ആളിനോടൊന്ന് ചോദിക്കുമായിരുന്നു. സോ But we will not responsible for the cycle. okay. You can The for this surveillance is fourth there, right? Surveillance camera is there, right? floor. There's camera, but we are not taking it. Yeah, okay, no problem. For the fourth floor DJ party. Yes, fourth floor. In the Gulf Port. Yes. That one. Yeah. Where should I park? Inside? Go to P1. There is a parking. You Okay. can park at one side. Okay. P1. Okay. Thank you so much. No problem. സോ സൈക്കിള് പാർക്ക് ചെയ്യാം, പക്ഷേ അവർ റെസ്പോൺസിബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓബ്വിയസ്ലി കാറ് വെക്കുന്നിടത്ത് കൊണ്ടൊന്ന് സൈക്കിൾ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. സോ നോക്കാം, വരുമ്പോൾ സൈക്കിൾ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഇതാണ് പാർക്കിംഗ് P1. ദിസ് ഇസ് ഓക്കെ. ഞാൻ വന്നത് എനിക്ക് തോന്നുന്നു സ്റ്റാഫ്സിൻ്റെ ലിഫ്റ്റിൽ കൂടാന്ന് തോന്നുന്നു. സോ ഇവിടെ വയ്ക്കും P1. വർക്ക് ഹിയർ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു സൈക്കിളോടെ വെക്കുന്നല്ലേ. ഞാൻ സൈക്കിൾ വെച്ചിട്ട് ബാക്കി നോക്കാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ സൈക്കിള് അവിടെ തന്നെ പാർക്ക് ചെയ്തു. ഇനി ജസ്റ്റ് ലിഫ്റ്റിൽ കയറി പോവുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ മൈക്കൊക്കെ ഡിസ്കണക്ട് ചെയ്യുക. ഇനി ഇതിനകത്തൂടെയുള്ള ഇതിൽ എടുക്കാം. ഓക്കെ. Hi. Where is this DJ party going on? Thank you. കേട്ടില്ല. ആണോ? കൂടിപ്പോയോ? സോ ഇതാണ് എൻ്റെ കസിൻ. പറയാൻ വിട്ടുപോയി, ഇത് ആക്ച്വലി ഗ്ലോ പാർട്ടിയാണ്. സ്റ്റിക്കറുണ്ട്. ആ, അത് വേണേ ട്രൈ ചെയ്യാം. ഇതൊക്കെ വരും. കയ്യിലൊട്ടിക്കാം. ആലോചനയോ? ഇല്ല. അവള് മുഖത്തൊക്കെ വാരി ഒട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നാളെ പള്ളിയിൽ പോകണം. ഏറ്റവും കോമഡി അതാ. നോക്കട്ടെ. മോൻ പോയി കഴിയുന്നതായിരിക്കും. മണി 11:30. അത്യാവശ്യം നല്ല തിരക്കായിട്ട് എൻട്രി ആവുന്നതിൻ്റെ ഒരു തിരക്കാണ്. അതെ,
പാർട്ടി സ്റ്റാർട്ട് ചെയ്തോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ അത്യാവശ്യം ഡി ജെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഡി ജെ അവിടെ നിന്ന് നന്നായിട്ട് തുള്ളുന്നുണ്ട്. പിന്നെ ടേബിളിൻ്റെ അടുത്ത് കുറച്ച് പേര് ചാടി ചാടി കളിക്കുന്നുണ്ട്. ഞാൻ താഴോട്ട് ഇറങ്ങിയില്ല, അവളുടെ കൂടെ ഇറങ്ങാമെന്നും പറഞ്ഞിരിക്കുക. സോ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു, നോക്കട്ടെ. പാർട്ടി കഴിഞ്ഞില്ല, ഞാൻ ചാടി. പോയി കിടന്നുറങ്ങണം. എനിക്ക് ഈ ഉറക്കത്തിൻ്റെ ശീലം ഉള്ളതാണ്, അതുകൊണ്ട് ഉറങ്ങണം. സോ ഞാൻ ഇറങ്ങി. ഭാഗ്യത്തിന് എൻ്റെ സൈക്കിൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി നൈസായിട്ട് പോവുകയാണ്. കുറച്ച് വീഡിയോസേ ഞാൻ പോകുമ്പോൾ എടുക്കുള്ളൂ. വീഡിയോ എടുക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങോട്ട് വരുന്നപ്പോൾ ഉള്ള കണ്ട സാധനങ്ങൾ തന്നെ ആയിരിക്കും. സോ
ഓക്കെ ഗൈസ്, സീ യു. ബിസിനസ് പോയ രക്ഷയില്ല കേട്ടോ. ലോക്ക്ഡൗണിനേക്കാളും മാപ്പൊന്നും ഇട്ടിട്ടില്ല. നൈസായിട്ട് വന്ന വഴി മറക്കരുത് എന്നാണല്ലോ. മറക്കില്ല എന്ന് ഫീൽ ചെയ്യുന്നു. നൈസായിട്ട് പോവുക. അപ്പം എത്തിയിട്ട് കാണാം. ബൈ. പിന്നെ DJ പാർട്ടി കുഴപ്പമില്ല, പക്ഷേ എല്ലാവരും ഒക്കെ ആയിട്ട് ലൈക്ക് ഫ്രണ്ട്സ് ഒരു 3-4 പേരൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്യും. ഇതിപ്പം ഞാൻ സോളോ ആയിരുന്നു പോയത്. പിന്നെ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. അവൾക്ക് ഓൾറെഡി കുറച്ച് പേരെയൊക്കെ അറിയാം. അതുകൊണ്ട് ഷീ വാസ് എൻജോയിങ്. ബട്ട് എനിക്ക് ഒരു 50% എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കാരണം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന വൈബ് ഒറ്റയ്ക്ക് പോകുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു എൻവയോൺമെൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം, പക്ഷേ ഇറ്റ് വാസ് ഓക്കെ. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടാരത്തിൽ എത്താറായി. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. മെയിൻ റോഡ് കഴിഞ്ഞു. ഇനി മെയിൻ റോഡെന്ന് പറയാം, എല്ലാം മെയിൻ റോഡ് പോലെ ഇരിക്കുന്നത്. ചെറിയ റോഡും കൂടെ ഉള്ളു. ഒരു ചെറിയൊരു മെയിൻ റോഡ് കഴിയണം, ക്രോസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ട്രീറ്റിലേക്കുള്ളൊരു റോഡാണ്. ഈശ്വര കാറ് കേട്ടോ. താങ്ക് യു. അങ്ങനെ അപ്പം പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഞാൻ ജീവനോടെ തിരിച്ച് റൂം എത്തുമോ ഇല്ലയോ എന്ന് സെൻസിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അങ്ങനെ റൂം എത്തിയില്ല. ജീവൻ പോകാൻ ഇനിയും സമയമുണ്ട്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. പേടിക്കാനുള്ള സെൻസി. ഞാൻ തിരിച്ച് റൂമിലെത്താറായി. എത്തിക്കഴിയുമ്പോൾ അറിയും. ഞാൻ പറഞ്ഞ ചെറിയ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഏതാനും കുറച്ച് ദൂരം മാത്രം, ലൈക്ക് 1.5 കിലോമീറ്റേഴ്സ്. ചേട്ടാ ഒന്ന് മാറി തരും. സോറി. താങ്ക് യു.